ഇപ്പോൾ നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണ്. പെരുമ്പാവൂരിൽ നിന്നൊരു വാർത്ത വരുന്നത് അകനാട്ടിൽ ബൂത്തിൽ സ്ഥാപിച്ച ഫ്ലക്സ് അതിനെ ചൊല്ലിയുള്ള തർക്കമുണ്ടായിരിക്കുന്നു എന്നാണ്. LDFും UDFും സ്ഥാപിച്ച ഫ്ലക്സുകൾ അത് നീക്കം ചെയ്തത്, പോലീസ് നീക്കം ചെയ്തതാണ് ഈ തർക്കത്തിലേക്ക് വഴിവെച്ചത്. ലാൽ കൃഷ്ണയാണ് വിവരങ്ങൾ അയച്ചിരുന്നത്. ലാൽ, എന്താണ് അവിടെ സംഭവിച്ചത്? ഇതില്ല, വൈകിട്ട് 3 മണിയോട് കൂടിയാണ് ആ സംഭവങ്ങളുടെ തുടക്കമാകുന്നത്. ഈ വകനാട് ബൂത്തിലേക്ക് ഇലക്ഷൻ നടക്കുന്ന ബൂത്തിന് സമീപത്ത് പാർട്ടി പ്രവർത്തകർ സ്ഥാപിച്ച ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരുന്നു. അത് അനധികൃതമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരെത്തി ഇത് എടുത്തു മാറ്റുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ അല്പ ദൂരമായിട്ട് LDFിൻ്റെ സമാനമായിട്ടുള്ള ഒരു ബൂത്തുണ്ട്. ആ ബൂത്തിൽ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഒരു കുട സ്ഥാപിക്കുകയും തൊട്ടു പിന്നാലെ ആ വെയിലിനെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സ് സ്ഥാപിക്കുകയും ചെയ്തു. ഇത് ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UDF പ്രവർത്തകർ പ്രതിഷേധം ആരംഭിച്ചു. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വാക്കേറ്റം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് പ്രശ്നം ഗുരുതരമാകുന്നു എന്ന് കണ്ടതോടുകൂടിയാണ് പോലീസ് ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. പോലീസ് ഇടപെടലിനെ തുടർന്ന് തൊട്ടു പിന്നാലെ ഇലക്ഷന്റെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. അനധികൃതമായിട്ട് തന്നെയാണ് ഈ ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് പബ്ലിക് ഏരിയയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നിയമപരമായ നടപടികളുടെ ഭാഗമായിട്ട് ഈ ഫ്ലെക്സ് നീക്കണം എന്നാവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ ഇരു കൂട്ടരും ആ സമയത്തും തർക്കത്തിലേക്ക് ഏർപ്പെടുകയായിരുന്നു. ഫ്ലെക്സ് നീക്കാൻ കഴിയില്ല എന്ന് LDF നിരന്തരമായി ആവശ്യപ്പെട്ടതോടുകൂടി തന്നെ പോലീസ് ഇടപെട്ട് ഈ ഫ്ലെക്സ് എടുത്തു മാറ്റാൻ തുടങ്ങി. ഈ ഫ്ലെക്സ് എടുത്ത് മാറ്റിയതോടുകൂടി ഇരു പ്രവർത്തകരും തമ്മിൽ ചേരി തിരിഞ്ഞിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിലവിൽ ശാന്തമായിട്ടുണ്ട്. പക്ഷേ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. എന്തായാലും ഒരു ഫ്ലെക്സിനെ ചൊല്ലിയായിരുന്നു സംഘർഷം. നിലവിൽ വലിയ പ്രശ്നമില്ല. ഈ പറയുന്ന സാഹചര്യം അവിടുത്തെ അന്തരീക്ഷം ശാന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകളും ഈ പറയുന്ന പോളിംഗ് ശതമാനം കൂടുന്നതിനോടൊപ്പം വരുന്നു എന്നുള്ളത് ജനാധിപത്യത്തിന്റെ മനോഹാരിതയെ തകർക്കുന്ന അല്ലെങ്കിൽ അതിനെ ശോഭ കെടുത്തുന്ന വാർത്തകൾ കൂടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.